മർക്കോസിന്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, മത്തായിയുടെയും ലൂക്കയുടെയും സുവിശേഷത്തില് ഈ ഈശോ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്ന ഭാഗം. മർക്കോസിന്റെ സുവിശേഷം നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ വിചിന്തനത്തിനെടുക്കാം. അതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഈശോ കടൽക്കരയിൽ പഠിപ്പിക്കുന്നതായിട്ടാണ് ആരംഭം. അവിടെ ഈ കടൽക്കര എന്ന് പറയുന്നത് നമ്മൾ ബൈബിളില് തിബേരിയോസ് കടല് നമ്മൾ കേൾക്കുന്നുണ്ട്, ഗനേസറത്ത് തടാകം എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെ. സത്യത്തിൽ ഇതൊരു കടല് എന്ന് പറയാൻ പറ്റില്ല, വലിയ ഒരു തടാകം എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ കടലിന്റെ എല്ലാ സ്വഭാവങ്ങളും അതിനുണ്ട്. ഉപ്പുവെള്ളം അല്ലെന്ന് മാത്രം. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചെന്നാലും അവിടെ ഓളവും കാറ്റും ഒക്കെ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് തടാകമാണെങ്കിലും ബോട്ടിന് വേണം അക്കരയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ പിന്നെ അപ്പോഴത്തെ കാര്യം പറയേണ്ട കാര്യം. ഏതായാലും ഇത് കടൽ എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരീക അർത്ഥത്തിൽ എടുക്കരുത്. നമ്മൾ സാധാരണ കാണുന്ന കടലിന്റെ മറുകര കാണാൻ പറ്റില്ല. ഇതിന് മറുകര കാണാൻ ഇത്തിരി പാടാണ്, എന്നാലും മറുകരയുണ്ട്. അപ്പം കടല് എന്ന് പറയുന്നുണ്ടെങ്കിലും, ബൈബിളില് കടൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു അക്ഷരാർത്ഥത്തിൽ കടലല്ല. എന്നാൽ കടലിന്റെ സ്വഭാവമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഓളവും തിരമാലയും ഒക്കെ ഉള്ളതാണ്. സാധാരണ തടാകത്തിന് അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു വലിയ തടാകമായതുകൊണ്ട് അത് ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അപ്പൊ ഈ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കടലിന്റെ കരയിലിരുന്ന് അവൻ പഠിപ്പിക്കുന്നു, കടൽക്കര പഠിപ്പിക്കുന്നു. അപ്പൊ എവിടെ ഇരുന്നാണ് പഠിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ വചനം അതിന് ഉത്തരം തരുന്നുണ്ട്. 36-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ മറുകരിക്കുമുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈശോ വഞ്ചിയിൽ ഇരുന്നാണ് പഠിപ്പിച്ചത് എന്ന്. ഇനി മറുവശത്ത് അവിടെ ഉണ്ടായിരുന്ന കേൾവിക്കാര് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാല് ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. എങ്കിലും ഏറെക്കുറെ ധാരണയുണ്ട്. കുറച്ചു പേര് വഞ്ചിയിലായിരുന്നു കാണും, കുറച്ചു പേര് കരയിലുമായിരുന്നു കാണും. കാരണം വഞ്ചിയിലായിരുന്നു കാണും എന്ന് പറയാനായിട്ടുള്ള കാരണം, യേശു മറുകരയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ അവന്റെ കൂടെ മറ്റു വള്ളങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം മറ്റുള്ളവരും വഞ്ചിയിലിരുന്ന് അവന്റെ പഠനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ഏതായാലും ഈ സാഹചര്യങ്ങള് പശ്ചാത്തലം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ 4-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ കുറെ ഉപമകളുടെ പഠനമാണ് ഈശോ അവതരിപ്പിക്കുക. വിധക്കാരന്റെ ഉപമ പറയുന്നുണ്ട്, അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്, ഉപമകളുടെ ലക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ ഉപമകളെ കുറിച്ചൊരു സമഗ്രമായ പഠനമാണ് ഈ മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം ആരംഭം തുടങ്ങി. അപ്പൊ വിധക്കാരന്റെ ഉപമ പറയുന്നു, പിന്നീട് വിത്തിന്റെ ഉപമ പറയുന്നു, കടുകുമണിയുടെ ഉപമ പറയുന്നു, വിളക്കിന്റെ ഉപമ പറയുന്നു. ഇതൊക്കെ കുറെ ഉപമകളിലൂടെ ഈശോ പഠിപ്പിച്ച ശേഷമാണ് അക്കരയ്ക്ക് പോകുന്നത് എന്ന് സാരം. ഇനി ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെല്ലാം അക്കരയ്ക്ക് പോകേണ്ടവരാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നൊക്കെ പറഞ്ഞ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം അക്കരയ്ക്ക് പോകേണ്ടവരാണ്. സാധാരണഗതിയിൽ എപ്പോഴും ഈ അക്കരയ്ക്കുള്ള പോക്ക് ശ്രദ്ധേയമാണ്. പലപ്പോഴും സാധനം മേടിക്കാനായിട്ട് നമ്മൾ ജംഗ്ഷനിൽ പോണു, അല്ലെങ്കിൽ അക്കരയ്ക്ക് ഞങ്ങള് തുരുത്തിൽ ജനിച്ചു വളർന്നവരാ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ട് തുടങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ്, അക്കരയ്ക്ക് പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ടില്ല. അപ്പൊ അക്കരയ്ക്ക് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതിന്റെ ഒരർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മാമോദീസ എന്ന കർമ്മത്തിൽ പങ്കുചേരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. മാമോദീസയില് ദേവാലയത്തിന്റെ ഘടന ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേവാലയത്തിന്റെ മോണ്ടളം, പോർട്ടിക്കോ എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് ഉള്ള സ്ഥലമാണ്. മാമോദീസ സ്വീകരിക്കാത്ത ഏതൊരാൾക്കും നിൽക്കാൻ അധികാരമുള്ള സ്ഥലം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്ന ഹൈക്കല എന്ന് പറയുന്ന വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലമാണ്. അത് മാമോദീസ സ്വീകരിച്ചുള്ളവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാത്ത കുഞ്ഞിനെ നമ്മള് ഈ പോർട്ടിക്കോയിൽ നിർത്തുക. വിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ്, ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അപ്പൊ ഈ വിശ്വാസികൾക്കുള്ള സ്ഥലമാണ് ഈ ഹൈക്കല എന്ന് പറയുന്ന ദേവാലയത്തിന്റെ അകസ്ഥലം.
കാർപ്പറ്റേരിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ മാമോദിസ മുക്കിയിട്ട് പിന്നെ ആഘോഷമായിട്ട് പാട്ടുമൊക്കെ പാടി അൾത്താരയിലേക്ക് പോകുന്നു. അൾത്താര എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. അപ്പം ഈ ഭൂമിയുടെ പ്രതീകമായ മോണ്ടളത്തില് നിന്ന കുഞ്ഞ് മാമോദീസ സ്വീകരിച്ച് സഭയില് അംഗമായി, ദേവാലയത്തിനകത്തായി സഭയിൽ അംഗമായി. ഇനി ഈ സഭയിൽ അംഗമായ ഇയാള് അൾത്താരയെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് തീർത്ഥാടനം ചെയ്യേണ്ടവരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ മാമോദീസയില് ഈ കർമ്മം ചെയ്യുക. എന്ന് വെച്ചാല് അക്കരയ്ക്ക് യാത്ര ചെയ്യേണ്ടവരാണ് എന്ന് സാരം. അപ്പൊ അൾത്താരയെ ഇന്ന് അൾത്താര തല്ലിപ്പൊളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ട് എന്നറിയില്ല. എന്നെ ഏറെ വേദനിപ്പിക്കുന്ന അൾത്താര തല്ലിപ്പൊളിച്ച അൽമായരുടെ അറിവുകേടിനേക്കാൾ അതിനെ തിരുത്താൻ തയ്യാറില്ലാത്ത പൗരോഹിത്യ ആധികാരികതയാണ് എനിക്ക് ഏറെ വിഷമമുണ്ടാക്കുന്നത്. വരുമ്പോൾ തിരുത്തേണ്ട പൗരോഹിത്യ ധർമ്മങ്ങള്, പ്രവാചക ധർമ്മങ്ങള് നിർവഹിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതല്ലാണ് ഏറെ വേദനിക്കേണ്ടത്. അൽമായർക്ക് തെറ്റുപറ്റാം, അറിവുകേടായിരിക്കും. പക്ഷെ അറിവുകേട് എന്നെ വളമാക്കിയെടുക്കുന്നത് വലിയ അപകടമാണ്. ഏതായാലും അതല്ല നമ്മുടെ വിഷയം. അക്കരയ്ക്ക് യാത്ര ചെയ്യേണ്ടവരാണ്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുള്ള തീർത്ഥാടകരാണ് നമ്മളെന്ന് തന്നെയാണ് മാമോദീസയിലൂടെ പഠിപ്പിക്കുന്നത്. ഈശോ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മളെല്ലാം അക്കരയ്ക്ക് യാത്ര ചെയ്യേണ്ടവരാണ് എന്നുള്ളത്. അപ്പം ഇവിടെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി, വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായി. അത് വളരെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈശോ കയറിയ വഞ്ചിയുണ്ട്, ആ വഞ്ചിയിൽ മറ്റുള്ളവരും കയറിയിട്ടുണ്ട്. ഈശോ കയറാത്ത മറ്റു വള്ളങ്ങളും അക്കരയ്ക്ക് തന്നെയാ പോണത്. ഈ കാറ്റും കോളും ഉണ്ടായപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ കാറ്റും കോളും ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായവർക്ക് യേശുവിന് വിളിച്ചുണർത്താൻ പറ്റി. ഈ വഞ്ചിയിലുണ്ടായിരുന്നവർ, യേശു കയറിയ വഞ്ചിയിലുണ്ടായിരുന്നവർക്ക് വിളിച്ചുണർത്താൻ പറ്റി. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായാവോ അതെനിക്ക്, ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് സമയങ്ങളെ. ആ വഞ്ചിയിലുള്ളവർ എന്ത് ചെയ്തു? അവർക്ക് ആകുലത ഉണ്ടായില്ല? അതോ അവർക്ക് ആകുലത ഉണ്ടായില്ലേ? ഇനി അഥവാ ആകുലത ഉണ്ടായാൽ അവർ ആരെ വിളിച്ചുണർത്തും? അവിടെ ആരും ഇല്ലല്ലോ, യേശു ഇല്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതാ, നമ്മൾ കയറിയിരിക്കുന്ന വഞ്ചിയില് നമ്മുടെ ജീവിതമാർഗത്തിന്റെ വഞ്ചി, നമ്മുടെ ജീവിത ശൈലിയുടെ വഞ്ചി, നമ്മുടെ നിലപാടിന്റെ വഞ്ചി, നമ്മുടെ സമീപനങ്ങളുടെ വഞ്ചി, നമ്മുടെ ശുശ്രൂഷകളുടെ വഞ്ചി, ഈ വഞ്ചിയിൽ യേശു ഉണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. യേശു ഇല്ലാത്ത വഞ്ചിയിലാണോ ഞാൻ കയറിയേക്കണത്, അത് യേശു ഉള്ള വഞ്ചിയിലാണോ? എല്ലാ വഞ്ചികളും അക്കരയ്ക്ക് ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാ വഞ്ചികളും അക്കരയ്ക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ യേശു ഉള്ള വഞ്ചിയിലാണോ ഞാൻ? അതൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഇനി ഇവിടെ സാഹചര്യങ്ങളുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് നല്ലതാണ്. എന്താണ് സാഹചര്യങ്ങൾ? 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, കൊടുങ്കാറ്റുണ്ടായി, തിരമാലകള് വഞ്ചിയിലേക്ക് അടിച്ചു കയറി, വഞ്ചിയില് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. 3 കാര്യങ്ങൾ. ഒന്ന്, കൊടുങ്കാറ്റുണ്ടായി. 2, തിരമാലകള് വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. 3, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. ഇത് 3 സൂചനകളാണ്. കൊടുങ്കാറ്റ് ഉണ്ടാകുക, ഈ കൊടുങ്കാറ്റിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. കൊടുങ്കാറ്റ് നമുക്ക് പുറമേ ഉള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ, തിരമാലകള് വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി നമ്മളിലേക്ക് പ്രതീക്ഷിക്കാത്ത പലതും വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഈ ആഞ്ഞടിച്ച് കയറ്റോ, വികാരങ്ങൾ ആഞ്ഞടിച്ച് കയറാറുണ്ട്, ചില വ്യക്തികൾ ആഞ്ഞടിച്ച് കയറാറുണ്ട്, ചില താല്പര്യങ്ങൾ ആഞ്ഞടിച്ച് കയറാറുണ്ട്, ചില മോഹങ്ങൾ ആഞ്ഞടിച്ച് കയറാറുണ്ട്, ചില സ്വപ്നങ്ങൾ ആഞ്ഞടിച്ച് കയറാറുണ്ട്. ഈ ആഞ്ഞടിച്ച് കയറിയതിൽ നിന്നൊക്കെ ആർജിച്ചെടുക്കുന്ന വെള്ളങ്ങളുണ്ട്. അതൊക്കെ സമ്പാദ്യങ്ങളായിട്ടാണ് കരുതിയേക്കണേ. സൗന്ദര്യമാകാം, സ്വത്താകാം, വിദ്യാഭ്യാസമാകാം, ബന്ധങ്ങളാകാം. ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പലതുകൊണ്ടും നിറച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതങ്ങൾ.
വെള്ളം കൊണ്ട് നിറച്ചാൽ മതിയോ നമ്മുടെ ജീവിതത്തെ? അപ്പോ കൊടുങ്കാറ്റിനെ ധ്യാനിക്കേണ്ടതുണ്ട്, ആഞ്ഞടിച്ചു കയറുന്ന തിരമാലകളെ ധ്യാനിക്കേണ്ടതുണ്ട്, നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ ധ്യാനിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഇനി ശിഷ്യന്മാര് ചെയ്ത കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, അവർ വിളിച്ചുണർത്തി എന്നാ പറയുക. രണ്ട്, അവരുടെ ആകുലതയും നിരാശയും കെട്ടഴിച്ചു വിടുകയാണ്. ഞങ്ങൾ നശിക്കാൻ പോകും. എണ്ണിപ്പറക്കുന്ന രീതി ഉണ്ടല്ലോ. ഏതൊരു കഷ്ടപ്പാടും ദുരിതം ഉണ്ടാകുമ്പോൾ നമ്മുടെ എണ്ണിപ്പറക്കലുകളുണ്ട്. നശിക്കാൻ പോകും. നാശത്തെക്കുറിച്ചുള്ള, അപമാനത്തെക്കുറിച്ചുള്ള, നഷ്ടങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്ന് പറയാൻ പറ്റില്ല, നിരാശകൾ നമ്മളെ, ആ നിരാശകൾ നമ്മളെ അലട്ടുന്നു. മൂന്നാമതായിട്ട് വിശ്വാസമില്ലായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചോദ്യം ചെയ്യലുകൾ. വികാരിയച്ഛനെ വിശ്വാസം ഇല്ലാണ്ടാവുമ്പോൾ വികാരിയച്ഛനെ ചോദ്യം ചെയ്യും. ജീവിത പങ്കാളിയെ വിശ്വാസം ഇല്ലാണ്ടാവുമ്പോൾ ജീവിത പങ്കാളിയെ ചോദ്യം ചെയ്യും. മെത്രാനെ വിശ്വാസം ഇല്ലാണ്ടാവും മെത്രാനെ ചോദ്യം ചെയ്യും. അരമനയെ വിശ്വാസം ഇല്ലാത്തപ്പോൾ അരമനയെ ചോദ്യം ചെയ്യും. സിനഡിനെ വിശ്വാസം ഇല്ലാത്തപ്പോൾ സിനഡിനെ ചോദ്യം ചെയ്യും. മാർപ്പാപ്പയെ വിശ്വാസം ഇല്ലാത്തപ്പോൾ മാർപ്പാപ്പയെ ചോദ്യം ചെയ്യും. നമ്മുടെ തൊഴിൽ അധികാരിയെ വിശ്വാസം ഇല്ലാത്തപ്പോൾ അയാളെ ചോദ്യം ചെയ്യാം. വിശ്വാസമില്ലായ്മകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും. അപ്പം ഈ ചോദ്യം ചെയ്യലുകള്, നമ്മുടെ ചോദ്യം ചെയ്യലുകള് വിശ്വാസമില്ലായ്മയുടെ ചോദ്യം ചെയ്യലുകളാണോ, അതോ അറിയാനുള്ള ചോദ്യം ചെയ്യലുകളാണോ, അതോ തിരുത്താനുള്ള ചോദ്യം ചെയ്യലുകളാണോ? 3 തരത്തിൽ ചോദ്യങ്ങളുണ്ട്. ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങള്, മറ്റുള്ളവരെ തിരുത്താനുള്ള ചോദ്യങ്ങള്, വിശ്വാസമില്ലായ്മയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ചോദ്യങ്ങള് എന്തിനുള്ള ചോദ്യങ്ങളാണ്? അറിയാനുള്ള ചോദ്യങ്ങളാണോ, അപരനെ തിരുത്താനുള്ള ചോദ്യങ്ങളാണോ, അതോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടുള്ള ചോദ്യങ്ങളാണോ? ചോദ്യങ്ങളെയും ധ്യാനിക്കപ്പെടേണ്ടതുണ്ടെന്നർത്ഥം. അപ്പോൾ ശിഷ്യന്മാരുടെ ഈ 3 പ്രകൃതിയും നമുക്കുണ്ട്. യേശുവിനെ വിളിച്ചുണർത്തുന്നവരാ നമ്മളൊക്കെ. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു നാൽക്കവലയിലെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ഒരു പരീക്ഷയുണ്ടാകുമ്പോൾ, ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ വിളിച്ചുണർത്തുന്നുണ്ട്. ഈ വിളിച്ചുണർത്തുന്നത് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, പേടിച്ചിട്ടാ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ കൂടി കിടന്നുറങ്ങുക. കൊച്ചു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കി മാതാപിതാക്കന്മാരെ വിളിക്കുന്നത് എന്തുകൊണ്ടാ? ഭയന്നിട്ടാ. അവന് മാതാപിതാക്കന്മാരെ എഴുന്നേറ്റാല് അവന്റെ പ്രശ്നം തീരുമെന്നുള്ള ഉറപ്പൊന്നും കിട്ടിയിട്ടൊന്നുമല്ല, ഭയപ്പെട്ടിട്ട് വിളിച്ചെഴുന്നേപ്പിക്കണതാ. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ വിളിക്കുന്നത് വിശ്വാസം ഉണ്ടായിട്ടൊന്നും വിളിച്ചെഴുന്നേപ്പിക്കണമെന്നല്ലേ, ഭയപ്പെട്ടിട്ട് അറിയാണ്ട് വിളിച്ചു പോണതാ. ഈ പ്രശ്നത്തിന് ദൈവം ഇടപെട്ടാല് തീരുമാനമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടൊന്നും വിളിച്ചെഴുന്നേപ്പിക്കണം. ആകുലത കൊണ്ടും നിരാശ കൊണ്ടും വിശ്വാസമില്ലായ്മ കൊണ്ടും ഒക്കെയാണ് നമ്മൾ വിളിച്ചുണർത്തുന്നത്. അപ്പൊ ഇതൊന്ന് ശിഷ്യന്മാരുടെ സമീപനം നമ്മളിലും ഉണ്ടായി പോകുന്നുണ്ട് എന്ന് വിലയിരുത്തണ്ട. ഇനി യേശുവിന്റെ സമീപനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അമരത്ത് തലയണ വെച്ചുറങ്ങിയവനാണ്. തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ ക്രിസ്തു തല ചാച്ചതായിട്ട് 2 സ്ഥലത്തേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അവൻ കുരിശില് അവൻ തലചാച്ചു. അതിക്ക് മുമ്പേ തലചാച്ചത് ഈ ജനത്തിന്റെ പ്രതിസന്ധിയില് അക്കരയ്ക്ക് പോകുന്ന തൻ്റെ ശിഷ്യന്മാരുടെ വഞ്ചിയുടെ അമരത്താണ് അവൻ ആദ്യമായിട്ട് തലചാച്ചത്. അക്കരയ്ക്ക് പോകുന്ന തൻ്റെ ശിഷ്യരുടെ വഞ്ചിയുടെ അമരത്ത് അവനുണ്ട്. 2 സ്ഥലത്തേ ക്രിസ്തു തലചാച്ചിട്ടുള്ളൂ. ഒന്ന്, അക്കരയ്ക്ക് പോകുന്ന തൻ്റെ ശിഷ്യരുടെ വഞ്ചിയുടെ അമരത്ത്. അമരം എന്ന് പറയുന്നത് വഞ്ചിയുടെ മുഖ്യ സ്ഥലമാണ്. നിങ്ങൾ വഞ്ചി തുഴഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമരത്ത് ആണ് നിയന്ത്രണങ്ങൾ മുഴുവൻ വഞ്ചിയുടെ. അമരമാണ് വഞ്ചിയുടെ നിയന്ത്രണത്തിന്റെ ആധാരം. അപ്പൊ ആ അമരത്ത് അവൻ ഉറങ്ങുന്നു എന്ന് വെച്ചാല് അവൻ എന്തിനും തയ്യാറായിട്ട് ഉറങ്ങണമെന്നർത്ഥം. പക്ഷെ അവൻ ഉറങ്ങുക, തലചാച്ചിരിക്കുക. തലചാച്ചവൻ നമ്മുടെ വഞ്ചിയുടെ അമരത്തുണ്ടെന്ന് മറക്കാതിരിക്കുക. ആ ഒരു ബോധ്യമാവണം നമ്മളെ ജീവിതത്തിലുടനീളം നയിക്കേണ്ടത്. എൻ്റെ ജീവിത നൗകയുടെ മുഖ്യ
കൺട്രോളിങ് മേഖലയായ അമരത്ത് തന്നെ അവൻ തലചാച്ചിട്ടുണ്ട് എന്നുള്ളത് അതേറെ ധ്യാനിക്കേണ്ട ഒരു വിഷയം. അപ്പം അവൻ തലചാച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം. തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ തലചാച്ചത് എൻ്റെ ജീവിത നൗകയുടെ അമരത്താണ് എന്ന് സാരം. രണ്ടാമതായിട്ട് അവൻ കുരിശില, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനും എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനും രണ്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ തലചാച്ചിട്ടുള്ളൂ. മനസ്സിലാവുണ്ടോ? ക്രിസ്തു രണ്ട് പ്രാവശ്യം തലചാച്ചിട്ടുള്ളൂ. അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമ്മുടെ ഭൗതികമായ നമ്മുടെ ഭയപ്പാടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. രണ്ട്, നമ്മുടെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി. ഭയപ്പാടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ജീവിത നൗകയുടെ അമരത്ത് അവൻ തലചാച്ചെങ്കിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കുരിശിൽ തലചാച്ചു. അപ്പം യേശു തലചാച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, രണ്ടാമത് അവൻ ഉണർന്നു എന്നുള്ളതാണ്. വിളിച്ചാൽ ഉണരുന്നവനാണവൻ. വിളിച്ചാൽ ഉണരുന്നവനാണവൻ. അവൻ ഉണർന്നു. മൂന്നാമതായിട്ട് അവൻ കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചത് എന്തിനാ? നമ്മുടെ ബൈബിളില്, POC ബൈബിളില് കാറ്റിനെ ശാസിച്ചിട്ട് കടലിനോട് പറഞ്ഞു എന്ന് പറയാം. അതെന്തിനാ കാറ്റിനെ ശാസിച്ചിട്ട് കടലിനോട് പറഞ്ഞേ? ഒന്നുമില്ലെങ്കിൽ കടലിനോട് പറഞ്ഞാൽ പോരാഞ്ഞു, അല്ലെ കാറ്റിനോട് ശാസിച്ചാൽ പോരാഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് കാറ്റിനെ ശാസിച്ചു? എന്നെ ഏറെ സമയം ധ്യാനിപ്പിച്ച ഒരു വിഷയമാണ്. എന്തുകൊണ്ട് അവൻ കാറ്റിനോട് ശാസിച്ചു എന്നിട്ട് കടലിനോട് പറഞ്ഞു? കാറ്റാണ് പ്രശ്നക്കാരൻ. എന്തുകൊണ്ടാണ് കാറ്റിനെ ശാസിച്ചത്? സാധിക്കുന്നവര് ജോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 12 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളൊന്നും എടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചിട്ട് പിന്നീട് വായിക്കൂ. ജോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 12 തുടങ്ങി 19 വരെയുള്ള വാക്യം. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള എന്ന് വെച്ചാൽ ജോബിനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകും, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇത് കേട്ടിട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. പിന്നെ അവിടുന്ന് 12-ാമത്തെ വാക്യം തുടങ്ങി 19-ാമത്തെ വാക്യം വരെയുള്ള കാര്യങ്ങള് ഈ ജോബിന്റെ പല വിധത്തിലുള്ള സ്വത്തുക്കളില് പല വിധത്തിലുള്ള കയ്യേറ്റം ഈ സാത്താൻ നടത്തുന്നതാണ്. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്: പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കും ആഞ്ഞടിച്ചു. അത് തകർന്നു വീണ് സൽക്കാരത്തിൽ മുഴുകിയിരുന്ന ജോബിന്റെ പുത്രന്മാരും പുത്രിമാരും മരിച്ചുപോയി. അപ്പം ഈ 19-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ജോബിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് പിശാചിന് അധികാരം കൊടുത്ത് അനുവാദം കൊടുത്ത് യേശു പറഞ്ഞയക്കുക, ദൈവം പറഞ്ഞയക്കുക. ഈ പറഞ്ഞയച്ച ദൈവത്തിന്റെ കാര്യം ശിരസാ വഹിച്ചുകൊണ്ട് ജോബിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നാശങ്ങൾ ഉണ്ടാക്കി. അവസാനത്തെ നാശം ജോബിന്റെ മക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ജോബിന്റെ മക്കള് ഈ വിരുന്ന് സൽക്കാരത്തില് ഇടപെട്ടിരുന്ന ആ വീട്ടിലേക്ക് കൊടുങ്കാറ്റിനെ അയച്ച് ആ വീട് തകർത്ത് ആ ജോബിന്റെ മക്കളെ ഒക്കെ കൊന്നു. കൊടുങ്കാറ്റിനെ അയച്ചവനാരാ? ദൈവമാണോ പിശാചാണോ? തീർച്ചയായിട്ടും പിശാച. യേശു ഉറങ്ങുന്നിടത്ത് പിശാച് ഉണരും. പ്രത്യേകം ശ്രദ്ധിക്കുക, യേശു ഉണരുന്നിടത്ത് പിശാച് ഉണരും. കൊടുങ്കാറ്റിനെ അവൻ ശാസിച്ചത് എന്തിനാ? ആ കൊടുങ്കാറ്റിനെ അയച്ചവൻ പിശാചാണെന്നതുകൊണ്ട്. ഒന്നുകൂടി കൃത്യമായിട്ട് അറിയണമെങ്കിൽ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് പ്രകാരം എഴുതിയിരിക്കുകയാണ്: അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു, അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ
അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അപ്പൊ അന്തരീക്ഷ ശക്തികളുടെ അധീശനായിട്ട് ഇവിടെ പരിഗണിക്കുന്നത് പിശാചാണ് എന്ന് വ്യക്തം. അപ്പോ ഈശോ കൊടുങ്കാറ്റിനെ ശാസിച്ചതെന്തിനാ? അത് ദൈവം അയച്ചതായതുകൊണ്ടല്ല. ആ കൊടുങ്കാറ്റിനെ അയച്ചത് പിശാചാണ് എന്ന് ക്രിസ്തുവിന് മനസ്സിലായതുകൊണ്ടാണ് ക്രിസ്തു കൊടുങ്കാറ്റിനെ ശാസിച്ചത്. ക്ലിയർ ആയിക്കണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കടലിനോട് പറയുകയാണ് അടങ്ങുക, ശാന്തമായി. നമ്മുടെ പലപ്പോഴും ഒരു വ്യക്തി തിന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയിലുള്ള പിശാചിനോടാണ് നമ്മൾ ശാസന നടത്തേണ്ടത്, വ്യക്തിയല്ല ശാസിക്കേണ്ടത്. വ്യക്തിയോട് അടങ്ങാനും ശാന്തമാകാനേ പറയേണ്ടത്. ആ വ്യക്തിയിലുള്ള പിശാചിനെയാണ് ശാസിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ശാസിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തു ഈ പ്രശ്നമുണ്ടാക്കിയ കടലിനെ അല്ല ശാസിച്ചത്, അതിന് പിറകിലുള്ള പൈശാചിക ശക്തിയെയാണ്, കൊടുങ്കാറ്റിനെയാണ്. അപ്പോ ഇത് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കൊടുങ്കാറ്റിനെ ശാസിക്കാനും കടലിനെ അടങ്ങാനും ശാന്തമാകാനും പറയാനും. അപ്പൊ ക്രിസ്തു ചെയ്ത കാര്യം ഏറെ ഇന്നത്തെ ഈ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. നമ്മൾ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള കൊടുങ്കാറ്റുകളെയും ആ കൊടുങ്കാറ്റിനെ അയക്കുന്ന തിന്മയുടെ ഈ പ്രാപഞ്ചിക ശക്തിയെയും സാത്താന്റെ ശക്തിയെയും ഒക്കെ തിരിച്ചറിയാൻ ശാസന പിശാചിന് കൊടുക്കാനും അടങ്ങാനും ശാന്തമാകാനും ഈ മനുഷ്യനോട് പറയാനും ഒക്കെയുള്ള വകതിരിവ് നമ്മൾ പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സാരം. ഇനി യേശു ഈ അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ 4ാമത്തെ സമീപനം. അപ്പൊ 4 കാര്യങ്ങൾ യേശുവിന്റെ ഉണ്ട്. 1, അമരത്ത് തലയണ വെച്ചു ഉറങ്ങി. 2, അവൻ ഉണർന്നു. 3, കാറ്റിനെ ശാസിച്ചു. 4, കടലിനോട് പറഞ്ഞു അടങ്ങുക, ശാന്തമാകുക. 5, ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഭയപ്പെടുന്നത് എന്ത്, വിശ്വാസമില്ല. 2 ചോദ്യങ്ങളാണ്. ഭയപ്പെടുന്നത് എന്ത്, വിശ്വാസമില്ല. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലെ 12ാമത്തെ ചോദ്യമാണ്. ഭയപ്പെടുന്നത് എന്ത്, വിശ്വാസമില്ല. എപ്പോഴും നമ്മളോട് ക്രിസ്തു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എന്തിനാ ഭയപ്പെടണേ? വിശ്വാസമില്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഭയപ്പാടുണ്ടാകില്ല. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ എന്തേ? വിശ്വാസമില്ല. ക്രിസ്തുവിൽ വിശ്വാസമില്ല, അവനിൽ വിശ്വാസമില്ല, പരീക്ഷയിലും വിശ്വാസമില്ല. ഏതിലെങ്കിലും ഒന്നിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഭയപ്പാടുണ്ടാകില്ല. ഭയങ്ങളെല്ലാം വിശ്വാസരാഹിത്യത്തിൽ നിന്നാണ് വരിക. ദൈവത്തിലുള്ള വിശ്വാസക്കുറവുകൊണ്ട്, അവനവനിലുള്ള വിശ്വാസക്കുറവുണ്ട്, അപരനിലുള്ള വിശ്വാസക്കുറവുണ്ട്. അപ്പം ഈ 5 കാര്യങ്ങളാണ് യേശുവിൽ നിന്ന് വരിക. തലയണ വെച്ചുറങ്ങി, ഉണർന്നു, ശാസിച്ചു, കടലിനെ ഉപദേശിച്ചു, ശിഷ്യന്മാരോട് ചോദ്യം ചോദിച്ചു എന്നുള്ള ഈ 5 കാര്യങ്ങളാണ് ഇവിടെ ക്രിസ്തുവിൽ നടക്കുക. ഇനി പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. കടലടങ്ങിയോ ശാന്തമായോ എന്ന് പറയുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കടലടങ്ങിയോ ശാന്തമായോ എന്ന് പറയുന്നില്ല. സുവിശേഷം പറയുകയാണ് കാറ്റ് ശമിച്ചു. കാറ്റ് ശമിച്ചപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ഉണ്ടായി കാണണം? കടല് അടങ്ങി ശാന്തമായി എന്നർത്ഥം. അപ്പൊ കാറ്റ് ശമിച്ചു. ഏതൊരു മനുഷ്യനിലുമുള്ള ആ തിന്മയുടെ ദുരാത്മാവിനെയാണ് നമ്മൾ ശാസിക്കേണ്ടത്. ആ ദുരാത്മാവിനെ അവനിൽ നിന്ന് എടുത്തു കളയാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ ശാന്തമാകും, അടങ്ങും. പ്രശാന്തതയുണ്ടായി എന്നർത്ഥം. പ്രപഞ്ചത്തിലുള്ള 2 മാറ്റങ്ങള്, കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ശിക്ഷരിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 2 മാറ്റങ്ങൾ ശിക്ഷരിൽ വന്നു. 2 മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ വന്നു, 2 മാറ്റങ്ങൾ ശിക്ഷരിൽ വന്നു. എന്താണ് 2 മാറ്റങ്ങൾ? ഒന്ന്, അവരാദ്യം ഭയപ്പെട്ടു എന്നാ പറയുന്നത്. ഇവിടെ 2ാമത് പറയുകയാണ് അത്യധികം ഭയപ്പെട്ടു. അപ്പൊ കാറ്റ് ഉണ്ടായപ്പോൾ ഉണ്ടായ ഭയത്തേക്കാൾ വലിയ ഭയമാണ് കാറ്റ് ശാന്തമായപ്പോൾ അവർക്കുണ്ടായത്. കാരണം കാറ്റിനെ ശാന്തമാക്കിയവനെ അവര് ഭയന്നു എന്നുള്ളത്. അപ്പം ഈ കൊടുങ്കാറ്റിനേക്കാൾ അവൻ ഭയന്നത്, ശിഷ്യന്മാര് ഭയന്നത് കൊടുങ്കാറ്റിനെ
ഇല്ലാതാക്കിയ ക്രിസ്തുവിനെയാണ്. അപ്പൊ കൊടുങ്കാറ്റ് അയച്ച പിശാചിനെ അവർക്ക് ഭയം ഉണ്ടായിരുന്നു. ആ ഭയത്തേക്കാൾ ദൈവത്തെയാണ് അവർ ഭയപ്പെട്ടതെന്ന്. രണ്ടാമത്തെ പ്രത്യേകത, അവർ പരസ്പരം ചോദിച്ചു എന്നുള്ളത്. ഭയപ്പാട് വരുമ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ പ്രശ്നമാണ്. ഭയപ്പാട് വരുമ്പോ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കും, പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കും. ഇവര് അത്യധികം ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരസ്പരം ചോദിക്കാൻ പറ്റും. നമ്മള് മാതാപിതാക്കന്മാരെ കുറിച്ച് മക്കൾ പരസ്പരം ചോദിക്കും. ജീവിത പങ്കാളിയെ കുറിച്ച് മറ്റേ പങ്കാളി നാട്ടുകാരോട് ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് ചോദിക്കും. വികാരിയച്ഛനെ കുറിച്ച് ഇടവക്കാർ പരസ്പരം ചോദിക്കും. മെത്രാനെ കുറിച്ച് രൂപതക്കാർ പരസ്പരം ചോദിക്കും. വിശ്വാസം ഇല്ലാതാകുമ്പോ, ഭയം ഉണ്ടാകുമ്പോ ചോദ്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. പരസ്പരം ചോദിച്ചു എന്നുള്ളത്. കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം തീരുകയാണ്. തീരെയല്ല, അതിക്രമിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഈ പ്രാപഞ്ചിക ശക്തികളുടെ മേല് യേശുവിന് അധികാരമുണ്ടായിരുന്നു എന്ന് ബൈബിൾ ഉടനീളം സമർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യേശുവിന് മാത്രമല്ല, ഈ പ്രാപഞ്ചിക ശക്തികൾക്ക് മേലെ ബൈബിൾ ഉടനീളം ഒട്ടേറെ പേർക്ക് അധികാരമുണ്ടായിരുന്നു. ചില ഉദാഹരണങ്ങൾ അത്യാവശ്യമുള്ള ഒരു വേഗം പേപ്പറും പേന എടുത്ത് എഴുതി വയ്ക്കാം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ഒന്ന്, മോശയ്ക്ക് അധികാരം ഉണ്ടായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങള്. പുറപ്പാടിന്റെ പുസ്തകം തന്നെ 9-ാമത്തെ അധ്യായം 13 തുടങ്ങി 35 വരെയുള്ള വാക്യങ്ങള്. പുറപ്പാടിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 21 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങള്. അതുപോലെ തന്നെ 14-ാമത്തെ അധ്യായം, പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഇതെല്ലാം മോശയ്ക്ക് പ്രപഞ്ചശക്തികളുടെ മേലെ അധികാരമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വാക്യങ്ങളാണ്. രണ്ടാമതായിട്ട് ജോഷുവയ്ക്ക് പ്രാപഞ്ചിക ശക്തികളുടെ മേൽ അധികാരമുള്ളതായിട്ട് വചനം പറയുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ജോഷുവയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. മൂന്നാമതായിട്ട് സാമുവേലിന് പ്രാപഞ്ചിക ശക്തികളുടെ മേല് അധികാരമുള്ളതായിട്ട് പറയുന്നുണ്ട്. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം 9 തുടങ്ങി 12 വരെയുള്ള വാക്യം. 1 സാമുവേല് 7, 9, 12. നാലാമതായിട്ട് ഏലിയായ്ക്ക് പ്രാപഞ്ചിക ശക്തികളുടെ മേല് അധികാരം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം 42 തുടങ്ങി 46 വരെയുള്ള വാക്യങ്ങള്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 2 രാജാക്കന്മാര് 1-ാമത്തെ അധ്യായം 10 തുടങ്ങി 15 വരെ. 2 രാജാക്കന്മാര് 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഇനി എലീശോയ്ക്ക് ഈ പ്രാപഞ്ചിക ശക്തികളുടെ മേല് അധികാരമുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 2 രാജാക്കന്മാര് 3-ാമത്തെ അധ്യായം 16 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങള്. 2 രാജാക്കന്മാര് 4-ാമത്തെ അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങള്. 2 രാജാക്കന്മാര് 4-ാമത്തെ അധ്യായം 42 തുടങ്ങി 44 വരെയുള്ള വാക്യങ്ങള്. 2 രാജാക്കന്മാര് 6-ാമത്തെ അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങള്. 2 രാജാക്കന്മാര് 8-ാമത്തെ അധ്യായം 1 തുടങ്ങി 2 വരെയുള്ള വാക്യം. ഇതെല്ലാം എലീശോയ്ക്ക് പ്രാപഞ്ചിക ശക്തികളുടെ മേലുള്ള അധികാരത്തെ സൂചിപ്പിക്കണം. ഇനി പുതിയ നിയമത്തിന്റെ അവസാനം വെളിപാടിന്റെ പുസ്തകത്തില് മഹാപീഡനത്തിലെ 2 സാക്ഷികൾക്ക്, വെളിപാടിന്റെ പുസ്തകത്തില് മഹാപീഡനത്തിലെ 2 സാക്ഷികൾക്ക് ഈ പ്രാപഞ്ചിക ശക്തികളുടെ മേൽ അധികാരം കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. വെളിപാടിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം തുടങ്ങി 11-ാമത്തെ വാക്യം വരെ അതാണ് നമ്മൾ കാണുക. 7-മതായിട്ട്
അന്തിക്രിസ്തുവിന് പ്രാപഞ്ചിക ശക്തികളുടെ മേൽ അധികാരമുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ അധ്യായം 8 തുടങ്ങി 12 വരെയുള്ള വാക്യം. അത് ക്രിസ്തുവിന്റെ 2-ാമത്തെ ആഗമനമായിട്ട് ബന്ധം. അപ്പൊ മോശയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ പ്രാപഞ്ചിക ശക്തികളുടെ മേൽ അധികാരം. ജോഷുവയ്ക്കുണ്ട്, സാമുവലിനുണ്ട്, ഏലിയായ്ക്കുണ്ട്, ഏലീശായ്ക്കുണ്ട്, മഹാപീഡനത്തിലെ 2 സാക്ഷികൾക്കുണ്ട്, ക്രിസ്തുവിന്റെ 2-ാമത്തെ ആഗമനത്തിൽ അന്തിക്രിസ്തുവിനുണ്ട്. അപ്പൊ ഈ പ്രാപഞ്ചിക ശക്തികളുടെ മേൽ യേശുവിന് മാത്രമല്ല മറ്റുള്ള അവർക്കും അധികാരമുണ്ട് എന്ന് വചനം സൂചിപ്പിച്ചു മാത്രം. സമയം അല്പം വൈകി. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയുടെ വഞ്ചിയിൽ തന്നെ കയറി അക്കരയ്ക്ക് പോകാനായിട്ട് സാധ്യത ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വള്ളങ്ങളിൽ കയറാതെ അങ്ങ് കയറിയിരിക്കുന്ന വഞ്ചിയിൽ തന്നെ കയറാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങള് പോകുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന തിന്മയുടെ ശക്തികൾ, പ്രപഞ്ചത്തിന്റെ ശക്തികൾ, ഇതിന്റെ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത നൗകയുടെ അമരത്ത് തലചാച്ചുറങ്ങുന്ന അങ്ങേ വിളിച്ചുണർത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ, അങ്ങിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലതകളുടെയും അവിശ്വാസങ്ങളുടെയും ചോദ്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ഉണരാതിരിക്കട്ടെ. നല്ല ദൈവമേ, നിന്റെ ഹിതത്തിനനുസരിച്ച് ഈ ലോകത്തില് പ്രാപഞ്ചിക ശക്തികളുടെ മേൽ അധികാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, തിന്മയുടെ ശക്തികളെ ബന്ധിക്കാനായിട്ട് ഞങ്ങൾക്ക് കെൽപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും നിന്റെ കൃപകൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം. എല്ലാ തിന്മകളുടെയും ശക്തികളെ ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരിൽ നിന്നും അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുള്ള, അവരുടെ പരിസരങ്ങളിലുള്ള, അവരുടെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ ബന്ധിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ജീവിത ശൈലികളിൽ നിന്നും, ഞങ്ങളായിരിക്കുന്ന സമസ്ത മേഖലകളിൽ നിന്നും നിന്റെ കൊടുങ്കാറ്റയക്കുന്ന പൈശാചിക ശക്തികളെ നീ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ സ്വീകരിക്കണമേ. ഈ വചനം ശ്രവിക്കുകയും ഈ വചന ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിവശേഷ